നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ പരിഗണിച്ച 66 പരാതികളിൽ 13 തീർപ്പാക്കി. 5 പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിങ്ങിനായി അയച്ചു. 2 പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിങ്ങിനായും മറ്റ് 2 ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനായും അയച്ചു. 44 പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. സ്വത്ത് തർക്കം, വഴിത്തർക്കം, സാമ്പത്തിക തർക്കം പോലുള്ള കേസുകളാണ് കൂടുതൽ അദാലത്തിൽ വരുന്നത്. ഇവ പരിഹരിക്കുവാൻ ജാഗ്രതാ സമിതികളെ പര്യാപ്തമാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നത് കമ്മീഷൻ തുടരും. കൗൺസിലിംഗിൽ പങ്കെടുത്താൽ മാത്രമേ വിവാഹ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നത് നിർബന്ധമാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കമ്മീഷനിലേക്ക് വന്ന കേസുകളിൽ കൂടുതലും കുടുംബ വഴക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട്, സ്വത്ത് തർക്കം, ഇത്തരം പരാതികളാണ്. വഴിത്തർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, അതിർത്തി തർക്കം, ഇത്തരം പരാതികൾ ആണ് കമ്മീഷനിൽ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതലായിട്ടും. അപ്പം ഇത്തരം പരാതികളിൽ ഇന്ന് കൂടുതൽ വന്ന പരാതികൾ അത്രയാണ്. പക്ഷേ പല പരാതികളിലും വളരെ സങ്കീർണമായിട്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുന്നാകെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. പ്രായമായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്തുകൾക്ക് വേണ്ടിയിട്ട് തർക്കങ്ങളാണ് മക്കൾ തമ്മിൽ. അവരുടെ സ്വത്ത് ഭാഗിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തികം ഭാഗിക്കുന്നതിന് വേണ്ടിയിട്ടും മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഈ പ്രായമായ അച്ഛനും അമ്മക്കും അവർക്കുള്ള ഒരു അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഇവർക്കുള്ള സംരക്ഷണം കിട്ടുന്നില്ല. അപ്പം അത്തരത്തിലുള്ള പരാതികളും കമ്മീഷനിലേക്ക് വരുന്നുണ്ട്. അഭിഭാഷകരായ KP ഷിമ്മി, പ്രമീള, കൗൺസിലർ മാനസ P ബാബു, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ASI മിനി ഉമേഷ്, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ N ഷാജിന, K മിനി എന്നിവരും പങ്കെടുത്തു.